ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 100. കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോ അനില അമൃതാശോ അമൃതവപു സർവജ്ഞ സർവതോമുഖ. ഹരി ഓം. ഹരി ഓം. 807 നാമം കുമുദഹ. കു എന്നതിന് ഭൂമി എന്ന് അർത്ഥമുണ്ട്. ഭൂമിക്ക് ഭാരമായി തീരുന്നവരെയൊക്കെ നശിപ്പിക്കുന്നതിലൂടെ ഭൂമിയെ മോദിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കുമുദഹ. 808 നാമം കുന്ദരഹ. കുന്തപുഷ്പങ്ങൾക്ക് തുല്യമായി, അതായത് ശുദ്ധങ്ങളായ ഫലങ്ങളെ, രാധി എന്നാൽ ദാനം ചെയ്യുന്നു, തൻ്റെ ഭക്തന്മാർക്ക് ശുദ്ധങ്ങളായ ഫലങ്ങളെ ദാനം ചെയ്യുന്നു എന്നതിനാൽ കുന്ദരഹ. ഇനി വരാഹാവതാരത്തിൽ ഭൂമിയെ, കു എന്ന് പറയുമ്പോൾ ഭൂമിയെ സംരക്ഷിച്ച് ധരണം ചെയ്തു എന്നതിനാൽ കുന്ദരഹ. 809 നാമം കുന്ദഹ. കു എന്നാൽ ഭൂമി എന്ന് പറഞ്ഞല്ലോ, ഭൂമിയെ ദാനം ചെയ്തവൻ എന്ന അർത്ഥത്തിൽ കുന്ദഹ. ഇത് പരശുരാമാവതാരത്തിലെ കഥയാണ്. ക്ഷത്രിയന്മാരെ മുച്ചൂടും മുടിച്ചതിന് ശേഷം, അല്ലെ, 3721 വട്ടം ക്ഷത്രിയന്മാരെ ഒടുക്കി പരശുരാമൻ. അങ്ങനെ ചെയ്തത് കൊണ്ടുണ്ടായ പാപങ്ങൾ തീർത്ത് ശുദ്ധി വരുവാൻ വേണ്ടി അശ്വമേധം ചെയ്തു. ആ യാഗം കഴിഞ്ഞുള്ള ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് ഭൂമി മുഴുവനും കശ്യപനായിട്ട് ദാനം ചെയ്തു എന്നാണ് കഥ. അതുകൊണ്ട് ആ കഥയെ അനുസ്മരിപ്പിച്ചിട്ടാണ് പറയുന്നത് കുന്ദഹ, ഭൂമിയെ ദാനം ചെയ്തവൻ. 810 നാമം പർജന്യഹ. പർജന്യം എന്നാൽ മേഘം. ഭക്തന്മാരുടെ ഹൃദയത്തിലെ മനസ്സിന്റെ, അതായത് താപത്രയങ്ങളെ, താപത്രയം എന്നാൽ ആധ്യാത്മിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, ആദി ദൈവിക ദുഃഖം, ഇങ്ങനെയാണ്. ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ കൊണ്ട് തപിക്കുന്ന ഒരു ഭക്തന്റെ മനസ്സിനെ കുളിർപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അമൃതമഴ പെയ്യിപ്പിക്കുന്നവൻ. അപ്പോൾ ഭൂമി തപിക്കുമ്പോൾ എങ്ങനെയാണോ മേഘം മഴയായി വർഷിക്കുന്നത്, ഇതേപോലെ ഭക്തന്മാരുടെ ഹൃദയം തപിക്കുമ്പോൾ ആ ഭഗവാന്റെ സ്മരണ തന്നെ ഒരു മഴയായി ആ ഭക്തന്റെ ഉള്ളിൽ കുളിർപ്പിക്കുന്നു. അതാണ് പർജന്യഹ. 811 നാമം പാവനഹ. ഏതൊരു ഭഗവാന്റെ സ്മരണ മാത്രം കൊണ്ട് ആ സ്മരണ ചെയ്യുന്നവരുടെ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നു എന്നതിനാൽ പാവനഹ. 812 നാമം അനിലഹ. ഇലാദി എന്നാൽ പ്രേരിപ്പിക്കുക, അതായത് എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുക. പക്ഷെ ഭഗവാനെ യാതൊരു കർമ്മത്തിലും ആരും തന്നെ പ്രേരിപ്പിക്കേണ്ടതില്ല എന്നതിനാൽ അനിലഹ. 813 നാമം അമൃതാശഹ. അമൃത അശഹ. ആത്മാനന്ദരസത്തിൽ അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ എപ്പോഴും ആ അമൃതാനന്ദത്തെ അനുഭവിക്കുന്നു. അങ്ങനെ അമൃതത്തെ അശിക്കുന്നവൻ, അശിക്കുക എന്നാൽ ഭക്ഷിക്കുക, അനുഭവിക്കുക എന്നാണ്. ഇനി സ്ഥൂലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ പാലാഴിയിൽ നിന്നെടുത്ത അമൃതത്തെ പാനം ചെയ്തവൻ എന്ന അർത്ഥത്തിലും അമൃതാശഹ. 814 നാമം അമൃതവപുഹു. മൃതമാകാത്തത് അമൃതം, ഒരിക്കലും നശിക്കാത്ത വപുഹു, ശരീരത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ അമൃതവപുഹു. 815 നാമം സർവജ്ഞഃ. എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ സർവജ്ഞഃ. 816 നാമം സർവതോമുഖഃ. ഈ ലോകത്തിൽ കാണുന്നതൊക്കെ ഭഗവാന്റെ മുഖങ്ങളാണ്. അങ്ങനെ സർവത്ര മുഖമുള്ളതിനാൽ സർവതോമുഖഃ. ഹരി ഓം.